ഈ ഒരു സാധനം ഇതില്ലാതെ എത്ര സമയം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? 1 മണിക്കൂർ, 2 മണിക്കൂർ, 1 ദിവസം, 2 ദിവസം? ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പതിവ് പോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നീങ്ങുന്നു. എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും റൂമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ സമയമെടുക്കും. ഇതിനുള്ള പ്രധാന കാരണം മെട്രോയിലെ തിരക്ക് തന്നെയാണ്. ദുബായ് മെട്രോയിൽ സ്ഥിരം കയറുന്നവർക്കറിയാം അവിടുത്തെ തിരക്ക് എത്രത്തോളമാണെന്ന്. പ്രത്യേകിച്ച് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയവും തിരിച്ച് റൂമിലോട്ട് വരുന്ന സമയം. ഈ ഒരു സമയം എല്ലാവരെയും പോലെ തന്നെ ഞാനും ഇൻസ്റ്റ എടുക്കുന്നു, യൂട്യൂബ് എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി ആസ് യൂഷ്വൽ ഭയങ്കര തിരക്ക്. ഞാൻ ഫോണിൽ നോക്കി തന്നെ ഇരുന്നു. ഫസ്റ്റ് മെട്രോ വന്നു, കയറാൻ പറ്റിയില്ല. സെക്കൻഡ് മെട്രോ വന്നു, കയറാൻ പറ്റിയില്ല. തേർഡ് മെട്രോ വന്നു, കയറാൻ പറ്റിയില്ല. 4ാമത്തെ മെട്രോയിൽ ഞാൻ എന്തായാലും കയറും. അങ്ങനെ ഫോൺ നേരെ പോക്കറ്റിലോട്ടിട്ടു. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഉള്ളിലോട്ട് കയറാൻ നോക്കി. പുറത്തുള്ള ആളുകൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. അകത്തുള്ള തിരക്ക് കാരണം ഉള്ളിലുള്ള ആളുകൾ എന്നെ പുറത്തോട്ടും തള്ളുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെക്കൻഡിലെ ഉന്തലും തള്ളലും അവസാനം ഞാൻ എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി പറ്റി. ഡോറ് പതിയെ അടയുന്നു. ആ അടയുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ എൻ്റെ കാലിൻ്റെ ഇടയിലൂടെ താഴോട്ട് പോകുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പം അതൊരു മൊബൈൽ ഫോണാണ്. എടാ, ആരുടെ ഫോണെടാ താഴെ ഉള്ളിലോട്ട് പോകുന്നു? ദുബായ് മെട്രോയിൽ കയറിയവർക്കറിയാം പ്ലാറ്റ്ഫോമും മെട്രോ ട്രാക്കും തമ്മിൽ ബന്ധമില്ല. അത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഈ ഡോറ് തുറക്കുമ്പോൾ പ്ലാറ്റ്ഫോമിനും മെട്രോയ്ക്ക് ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ ഈ ഫോണ് താഴെ ഉള്ളിലോട്ട് പോകുന്നു. പെട്ടെന്നാണ് ഞാൻ എൻ്റെ പോക്കറ്റിലൊന്ന് കൈയിട്ടത്. ഓ ഷിറ്റ്, അതെൻ്റെ ഫോണാടാ പൊട്ടാ. ഡോർ അപ്പോഴേക്കും അടഞ്ഞ് മെട്രോ നീങ്ങാൻ തുടങ്ങി. സാധാരണ മെട്രോക്ക് അകത്ത് കയറാൻ പറ്റാത്ത പുറത്തുള്ള ആളുകൾ നമ്മളെ ഭയങ്കര പുച്ഛത്തോടെയും ദേഷ്യത്തോടെയാണ് ഉള്ളിലോട്ട് നോക്കിക്കാണാറ്. അന്ന് എന്നും ഇല്ലാത്ത പോലെ ഇവർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ളൊരു എമർജൻസി ബട്ടൺ ഉണ്ട്, അത് പിടിച്ച് നെക്കിയാലാന്നോർത്ത് പിന്നെ വെറുതെ വള്ളി പിടിക്കണ്ടെന്ന് ആലോചിച്ച് അത് വിട്ട് അടുത്ത സ്റ്റേഷൻ എത്തുന്നത് വരെ കടിച്ച് പിടിച്ച് നിൽക്കുക എന്നല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്നും ഇല്ലാത്ത പോലെ അടുത്ത സ്റ്റേഷൻ എത്താൻ ഭയങ്കര സമയം. അങ്ങനെ അടുത്ത സ്റ്റേഷൻ ഓൺ പാസ് ഇവത്തി ഡോറ് ഫുള്ളായിട്ട് തുറക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്തോട്ട് ചാടി ആളുകൾക്കിടയിലൂടെ ഓടി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നൊരു സ്റ്റാഫിൻ്റെ അടുത്ത് കാര്യം ഞാൻ എൻ്റെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പുള്ളി ഭയങ്കര കാമായിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഡോണ്ട് വെറി, ഞാൻ ഇവിടുന്ന് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. വിത്തിൻ 3-4 ഡേയ്സിനുള്ളിൽ നിനക്കൊരു അപ്ഡേറ്റ് കിട്ടും. അങ്ങനെ എൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ചോദിച്ചു. എൻ്റെ കയ്യിൽ വേറെ സെക്കൻഡറി ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങി അവിടുന്ന് തിരിച്ചു ബസ്സിൽ കയറി. എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടാണെന്നറിയില്ല, ബസ്സിലെല്ലാവരും ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള എൻ്റെ അടുത്തിരുന്നൊരു അങ്കിളിൻ്റെ ഫോണിലോട്ട് നോക്കി കുറേ നേരം ഇരുന്ന്. കാര്യമായി എൻ്റെ മനസ്സിലുള്ള ആശങ്ക എന്തെന്ന് വെച്ചാൽ, നാട്ടിലുണ്ടായിരുന്ന സമയത്തും എൻ്റെ ഫോൺ മിസ്സായിട്ടുണ്ട്. ആ സമയത്ത് ഈ ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോഴും മറ്റുള്ള ആളുകളെ കാണാൻ പോയപ്പോഴും എനിക്ക് ഉണ്ടായ അനുഭവം ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ റൂമിലെത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, അപ്ഡേറ്റ് ഒന്നുമില്ല. 2 ദിവസം കഴിഞ്ഞു, അപ്ഡേറ്റ് ഒന്നുമില്ല. 3 ദിവസം കഴിഞ്ഞു, അപ്ഡേറ്റ് ഒന്നുമില്ല. 4ാമത്തെ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വേഗം മെട്രോ സ്റ്റേഷനിലോട്ട് ഓടി. അവിടെ ഒരു പോലീസുകാരനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു. പുള്ളി നേരെ ഓഫീസിലോട്ട് കയറിപ്പോയി. പിന്നെ അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ഒന്ന് പേടിച്ചു, ഇനി മെട്രോ ട്രാക്കിൽ ഫോൺ കളഞ്ഞതിന് എന്നെ വല്ലതും പറയുമോ? ആ സ്റ്റേഷൻ മാസ്റ്റർ നേരെ എൻ്റെ അടുത്തോട്ട് വന്ന് എനിക്കെന്തോ റിവാർഡ് കിട്ടിയ പോലെ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്ന് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫോണൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പുള്ളിയുടെ ആ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് താങ്ക്സ് പറഞ്ഞപ്പോഴും എൻ്റെ തൊണ്ടയൊന്ന് ഇടറി. അങ്ങനെ ഞാൻ ഫോൺ മേടിച്ച് നേരെ പോയി. ഇതിനു മുമ്പും ഫോൺ മിസ്സായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സൈലൻ്റ് ആയിരുന്ന ഞങ്ങളുടെ റൂം കുറച്ചുകൂടെ ആക്റ്റീവായി, എല്ലാവരുമായിട്ട് കൂടുതൽ കണക്ഷൻ ബിൽഡായി. ഫോണില്ലാത്തത് കൊണ്ട് തന്നെ റൂമിലെല്ലാവരെയും പിടിച്ചിരുത്തി ഞാൻ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം അവതരിപ്പിക്കാനോ ഇവരെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റെസ്പോൺസ്, ഇവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നൊരു രീതി, ഇതൊക്കെ പല സമയത്തും എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ബാഡ്, ബട്ട് ദർ ആർ സം
ബട്ട് ഇവിടെ നമ്മളൊരു കാര്യത്തിന് ഇവരെ അപ്രോച്ച് ചെയ്യുമ്പം ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതിയും ഇവരുടെ ഒരു റെസ്പോൺസും കമ്മ്യൂണിക്കേഷനും എനിക്ക് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു കഥയും മറ്റൊരു അനുഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.